റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. യുകെയും യുഎസും തമ്മിലുള്ള വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന കരാറിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു. കഴിഞ്ഞ മാസം ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര കരാറിൽ ഒപ്പുവച്ചിരുന്നു. നിലവിലെ കരാറിലുള്ള താരിഫ് നയങ്ങളിൽ ചില സുപ്രധാന മാറ്റങ്ങൾക്കാണ് ഡൊണാൾഡ് ട്രംപ് പച്ചക്കൊടി കാണിച്ചിരിക്കുന്നത്. പുതിയ നയമാറ്റത്തിന്റെ ഭാഗമായി യുഎസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന യുകെ കാറുകളുടെ താരിഫ് കുറയ്ക്കുകയും ചെയ്യും. ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം നടപ്പിൽ വരുത്തിയ താരിഫുകളുടെ ആഘാതത്തിൽ നിന്ന് ബ്രിട്ടീഷ് ബിസിനസ്സുകളെ സംരക്ഷിക്കുന്നതിനായി പുതിയ കരാർ ഉപകാരപ്പെടും എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ ആഴ്ചകൾ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് പുതിയ മാറ്റങ്ങൾ നിലവിൽ വന്നിരിക്കുന്നത്. എന്നാൽ പുതിയ കരാറിൽ കാറുകൾക്കുൾപ്പെടെയുള്ള യുകെ ഉൽപ്പന്നങ്ങൾക്ക് 10% ലെവി ഉൾപ്പെടുന്നുണ്ട്. കാനഡയിൽ നടന്ന G7 ഉച്ചകോടിയിൽ സംസാരിച്ച പ്രധാനമന്ത്രി സർ കെയർ സ്റ്റാർമർ ഈ നീക്കത്തെ ഇരു രാജ്യങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട ദിവസമെന്ന് വിശേഷിപ്പിച്ചു. തിങ്കളാഴ്ച ട്രംപ് ഒപ്പുവച്ച ഉത്തരവിൽ മെയ് മാസത്തിൽ വിവരിച്ച നിബന്ധനകൾ പ്രകാരം ഈ വർഷം ആദ്യം എല്ലാ കാർ ഇറക്കുമതികൾക്കും ചുമത്തിയ 25% ഇറക്കുമതി നികുതിക്ക് പകരം 10% താരിഫിൽ 1,00,000 കാറുകൾ വളരെ അനുവദിക്കുമെന്ന് US പറഞ്ഞു. സ്റ്റീൽ, അലുമിനിയം എന്നിവയ്ക്കായി US സമാനമായ ഒരു സംവിധാനം സ്ഥാപിക്കുമെന്ന് ഉത്തരവിൽ പറഞ്ഞിരുന്നെങ്കിലും അത് എന്തായിരിക്കുമെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. സ്റ്റീൽ, അലുമിനിയം എന്നിവയുടെ യുകെ ഇറക്കുമതിക്കുള്ള US നികുതി നിലവിൽ 25%. അധികം താമസിയാതെ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തത വരുത്തുമെന്നാണ് പ്രസ്തുത വിഷയത്തോട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം 5 ദിവസങ്ങൾക്ക് മേൽ തുടരുകയാണ്. തിങ്കളാഴ്ച മധ്യ ഇറാനിൽ ഇസ്രായേൽ വൻ ആക്രമണം നടത്തി. ടെഹ്റാൻ വിമാനത്താവളത്തിൽ 2 F-14 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടതായി IDF ഒരു വീഡിയോ പുറത്തിറക്കി അവകാശപ്പെട്ടു. ഇറാന്റെ ഡ്രോൺ ലോഞ്ചർ സൈറ്റിലും അവർ വ്യോമാക്രമണവും നടത്തി. കൂടാതെ ടെഹ്റാനിൽ മിസൈലുകൾ വഹിച്ചുകൊണ്ടിരുന്ന ഒരു ട്രക്കും ആക്രമിക്കപ്പെട്ടു. അതേസമയം ഇറാനും തിരിച്ചടിച്ചു. ഹൈഫയിലും ടെൽ അവീവിലും ഇറാൻ വൻ ആക്രമണം നടത്തി. ഇസ്രായേലിലെ പല നഗരങ്ങളും മിസൈലുകളും ഡ്രോണുകളും വഴി ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഇറാന്റെ ആക്രമണത്തിൽ ഇതുവരെ ഇസ്രായേലിൽ 24 പേർ മരിച്ചു, 500 പേർക്ക് പരിക്കേറ്റു. അതേസമയം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിലൂടെ മാത്രമേ ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയൂ എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യോമാക്രമണം ആരംഭിച്ചതിനു ശേഷം മിഡിൽ ഈസ്റ്റിൽ പറക്കുന്ന വിമാന കമ്പനികൾക്ക് മുന്നിൽ പുതിയ വെല്ലുവിളികൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യുകെയിൽ ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾ സജീവമെന്ന റിപ്പോർട്ട്. ഗ്രൂമിംഗ് ഗ്യാങ്ങുകളുടെ പീഡനങ്ങൾക്ക് ഇരകളായവരോട് യുകെ ഹോം സെക്രട്ടറി യുവൈറ്റ് കൂപ്പർ ക്ഷമാപണം നടത്തി. പാകിസ്ഥാൻ വംശജരാണ് യുകെയിൽ ഗ്രൂമിംഗ് ഗ്യാങ് നടത്തുന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. പെൺകുട്ടികളെയും യുവതികളെയും ആകർഷിച്ചു കൊണ്ടുപോയി ലൈംഗിക അടിമകളാക്കുന്ന സംഘമാണ് ഗ്രൂമിംഗ് ഗ്യാങ്. പീഡനത്തിന് ശേഷം പെൺകുട്ടികളെ ലൈംഗിക തൊഴിലാളികളാക്കി മാറ്റുന്നത് പാകിസ്ഥാൻ വംശജർ ഉൾപ്പെടുന്ന ഗ്രൂമിംഗ് ഗ്യാങ്ങുകളാണെന്ന് അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം സംഘങ്ങൾക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടവരെ നേരത്തെ വലതുപക്ഷ തീവ്രവാദികളെന്നാണ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ വിളിച്ചിരുന്നത്. കഴിഞ്ഞ വാരാന്ത്യത്തിൽ അദ്ദേഹം മുൻ നിലപാടുകളിൽ നിന്നും മലക്കം പറഞ്ഞു. ഗ്രൂമിംഗ് ഗ്യാങ്ങുകൾക്ക് എതിരെ അന്വേഷണം ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചു. ഇത്തരമൊരു കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ച പല ഗ്രൂമിംഗ് ഗ്യാങ് തലവന്മാരും ഇപ്പോഴും നാടുകടത്തപ്പെടാതെ ബ്രിട്ടനിൽ തുടരുകയാണ്. മനുഷ്യാവകാശ നിയമങ്ങൾ മറയാക്കിയാണ് അവർ നിയമത്തിന്റെ കൈകളിൽ നിന്നും രക്ഷപ്പെടുന്നത്. എന്നാൽ കുറ്റവാളികളുടെ വംശീയതയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ നിന്നും അവർ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇരകൾക്ക് നീതി നൽകുന്ന കാര്യത്തിൽ വലിയ പരാജയമാണ് സമ്മതിച്ചതെന്ന ബെർണോസ്കേസിയുടെ റിവ്യൂ റിപ്പോർട്ട് പരാമർശിച്ച ഹോം സെക്രട്ടറി ഇനി ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടാകില്ലെന്നും ഉറപ്പു പറഞ്ഞു. അതേസമയം വംശീയ വിവേചനമെന്ന ആരോപണമുണ്ടായേക്കാം എന്ന ഭയത്താൽ നീതി നിർവഹണ സ്ഥാപനങ്ങൾ ഏഷ്യൻ വംശജരായ കുറ്റവാളികളെ പല കേസുകളിലും ഒഴിവാക്കുകയായിരുന്നു എന്നാണ് ചില വൈറ്റ് ഹാൾ വൃത്തങ്ങൾ പറയുന്നത്. യുകെയിലെ രഹസ്യാന്വേഷണ ഏജൻസിയായ MI6ന്റെ തലപ്പത്തേക്ക് ആദ്യമായി ഒരു വനിതയെത്തുന്നു. 47 വയസ്സുകാരിയായ ബ്ലെയ്സ് മെട്രവെലിയാണ് 115 വർഷത്തെ ചരിത്രമുള്ള യുകെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ മേധാവിയാകുന്നത്. ഉടൻ ചുമതലയേക്കും C എന്ന രഹസ്യനാമത്തിലാണ് MI6 മേധാവി അറിയപ്പെടുക. ജെയിംസ് ബോണ്ട് സിനിമകളിലെ സാങ്കല്പിക MI6 ഏജൻസിയുടെ തലപ്പത്ത് പ്രത്യക്ഷപ്പെടുന്ന മേധാവിക്ക് M എന്ന കോഡ് നാമമാണ് നൽകിയിരിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അത് C എന്നാണ്. വർഷങ്ങളായി ജെയിംസ് ബോണ്ട് സിനിമകളിൽ MI വനിതയാണ് എത്താറുള്ളതെങ്കിലും MI6 തലപ്പത്തേക്ക് യഥാർത്ഥത്തിൽ ഒരു വനിത നിയോഗിക്കപ്പെടുന്നത് ഇപ്പോൾ മാത്രമാണ്. നിലവിൽ MI6ൽ സാങ്കേതിക വിദ്യയുടെ മേൽനോട്ടം വഹിക്കുന്ന ഡയറക്ടർ ജനറൽ ആയി സേവനമനുഷ്ഠിക്കുകയാണ് ബ്ലെയ്ഷ്. Q എന്ന രഹസ്യനാമത്തിലാണ് സാങ്കേതിക വിദ്യയുടെ മേൽനോട്ടം വഹിക്കുന്ന ഡയറക്ടർ ജനറൽ അറിയപ്പെടുന്നത്. യുകെയുടെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ MI5ന് മുൻപ് വനിതാ മേധാവികൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇതാദ്യമായാണ് MI6 മേധാവിയായി ഒരു വനിതയെ നിയമിക്കുന്നത്. കേംബ്രിഡ്ജിലെ പെംബ്രോക്ക് കോളേജിൽ നിന്ന് നരവംശാസ്ത്രത്തിലാണ് ബ്ലെയ്സ് മെട്രവെലി ബിരുദം നേടിയിരിക്കുന്നത്. ഇറ്റലിയിലെ അവധിക്കാല മേഖലകളിലേക്ക് എത്തുന്ന ആയിരക്കണക്കിന് സന്ദർശകർ ഇപ്പോൾ ആശങ്കയിലാണ്. തലസ്ഥാനമായ റോം ഉൾപ്പെടെയുള്ള നഗരങ്ങൾ അമേരിക്കൻ പാറ്റകളുടെ രൂക്ഷമായ ശല്യത്താൽ വലയുകയാണ്. വേനൽക്കാലത്ത് സൂര്യപ്രകാശവും രുചികരമായ ഭക്ഷണവും ആസ്വദിക്കാൻ എത്തുന്നവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ഈ വേനൽ സീസണിൽ റോമിൽ താപനില 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് വരുന്നതും അന്തരീക്ഷത്തിലെ ഈർപ്പവും ഈ ജീവികളുടെ വ്യാപനത്തിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുകയാണെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പേഴ്സ് സയൻസ് മുന്നറിയിപ്പ് നൽകുന്നു. ചൂടും ഈർപ്പവും വർദ്ധിക്കുന്നതോടെ ഈ ഭീമൻ പാറ്റകൾ വീടുകളുടെ ബേസ്മെന്റുകളിലേക്കും ഇരുണ്ട മൂലകളിലേക്കും കൂട്ടമായി എത്തുന്നു. ഇത്
ഇത് നഗരവാസികൾക്കും അവധിക്കാലം ആഘോഷിക്കാനെത്തിയവർക്കും ആശങ്കയിലാഴ്ത്തുന്നു. പേര് സൂചിപ്പിക്കുന്നത് അമേരിക്കൻ പാറ്റയാണെങ്കിലും ഈ ഇനം യഥാർത്ഥത്തിൽ ദക്ഷിണേന്ത്യയിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്ന് വിദഗ്ധർ പറയുന്നു. ലോകമെമ്പാടും വ്യാപിച്ചു കഴിഞ്ഞ ഈ പാറ്റകൾക്ക് 5 സെന്റിമീറ്റർ വരെ നീളമുണ്ടാകും. 1 സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ജർമ്മൻ പാറ്റയേക്കാൾ ഇവ വളരെ വലുതാണ്. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ പാറ്റകളിലൊന്നായും ഇവ അറിയപ്പെടുന്നു. റോമിലെ പാറ്റശല്യത്തിന്റെ വ്യാപ്തി വെളിപ്പെടുത്തുന്ന നിരവധി വീഡിയോകൾ ഇപ്പോൾ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്നു. ഇറ്റലിയിൽ പ്രത്യേകിച്ച് വിനോദസഞ്ചാര വ്യവസായത്തിന് ഇത് വെല്ലുവിളി സൃഷ്ടിക്കുന്നുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൊടുപുഴയിൽ കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ പോലീസിനെ കരുത്തുറ്റ മാതൃകാപരമായ സേനയാക്കി മാറ്റി സേനയിലെ മുഴുവൻ അംഗങ്ങളും മാതൃകാപരമായി മാറാൻ അസോസിയേഷൻ പ്രാപ്തമാക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ് പുതിയ പോലീസ് നിയമം കൊണ്ടുവന്നത്. ജനമൈത്രി പോലീസ് ആരംഭിച്ചതും അക്കാലത്താണ്. ഇത് പോലീസിൽ നല്ല മാറ്റം കൊണ്ടുവന്നു. കേരള പോലീസിന് അതിന്റെ ഭാഗമായി നല്ല മുഖം ലഭിക്കുകയായിരുന്നു. സംഘടന എന്ന നിലയിൽ പോലീസ് അസോസിയേഷനും അതിൽ അഭിമാനിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കനത്ത മഴയെ തുടർന്ന് കുട്ടനാട് താലൂക്കിൽ വെള്ളക്കെട്ട് രൂക്ഷമായതിനാൽ ഇന്ന് പ്രൊഫഷണൽ കോളേജുകൾ, സ്കൂളുകൾ, അങ്കണവാടികൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയുൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ച് ഉത്തരവായി. മുൻ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കിളിരൂർ HVGP-HS, കിളിരൂർ ഗവൺമെന്റ് UPS, തിരുവാർപ്പ് സെന്റ് മേരീസ് LP സ്കൂൾ, ചിപ്പുങ്കൽ ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂൾ എന്നിവയ്ക്കും ഇന്ന് അവധി നൽകി ഉത്തരവ് പുറപ്പെടുവിച്ചു. ഇനി സ്പോർട്സ് വാർത്തകൾ. കൂടുതൽ രാജ്യങ്ങളെ ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് ആകർഷിക്കുന്നതിന്റെ ഭാഗമായി ടെസ്റ്റിൽ വലിയ മാറ്റത്തിനൊരുങ്ങി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ. ടെസ്റ്റ് ക്രിക്കറ്റ് 4 ദിവസമായി നടത്തുന്നത് ICCയുടെ സജീവ പരിഗണനയിലാണെന്ന് പുറത്തുവരുന്ന വിവരം. ICC ചെയർമാൻ ജയ് ഷാക്കും അനുകൂല നിലപാടാണ്. എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റിലെ വമ്പന്മാരായ ഇന്ത്യക്കും ഓസ്ട്രേലിയയ്ക്കും ഇംഗ്ലണ്ടിനും 5 ദിവസത്തെ ടെസ്റ്റ് മത്സരങ്ങളുമായി മുന്നോട്ട് പോകാം. 2027-29 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിൾ മുതൽ 4 ദിവസത്തെ ടെസ്റ്റ് പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് നീക്കം. ലോർഡ്സിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിനിടെ നടന്ന ചർച്ചയിൽ ജയ്ഷ 4 ദിവസത്തെ ടെസ്റ്റിനെ പിന്തുണച്ചതായി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഫുട്ബോൾ പോരാട്ടത്തിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വമ്പന്മാരായ ചെൽസിക്ക് ജയം. മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് അവർ ലോസ് ആഞ്ചൽസ് FCയെ വീഴ്ത്തി. പാൽമിരാസ് FC പോർട്ടോ പോരാട്ടം ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു. ബൊക്ക ജൂനിയേഴ്സ് ബെൻഫിക്ക പോരാട്ടം 2-2 സമനിലയിലും പിരിഞ്ഞു. ഇരു പകുതികളിലായി നേടിയ ഗോളുകളുടെ ബലത്തിലാണ് ചെൽസി ജയം പിടിച്ചത്. കളിയുടെ 34-ാം മിനിറ്റിൽ പെഡ്രോ നെറ്റോ ചെൽസിയെ മുന്നിലെത്തിച്ചു. രണ്ടാം പകുതിയിൽ 79-ാം മിനിറ്റിൽ എൻസോ ഫെർണാണ്ടസിലൂടെ ചെൽസി പട്ടിക തികച്ചു. 116.23 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകൾ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.